ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഞാനൊരു നെയിൽ പോളിഷ് മേടിച്ചിട്ടുണ്ട്. ജെൽ പോളിഷാണ് കേട്ടോ, കാണാമോ? അപ്പോൾ ഈ ജെൽ പോളിഷ് നമ്മളിടണമെങ്കിൽ തീർച്ചയായും നമുക്കതിനെ ഡ്രൈ ചെയ്യാൻ നോർമൽ വേയിൽ ഡ്രൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ ചെയ്യുന്നത് നമുക്ക് അതിന് വേണം UV ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് വേണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന UV ലൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ എന്താ ലൈറ്റ് തെളിയും. ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ വേണം നമ്മൾ നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് ഉണക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാവും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷ് ഇട്ടാലോ. വളരെ നല്ല കളറൊന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാരണം നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴാണേലും ഇടാൻ പറ്റാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ നോക്കി മേടിച്ചതാണ്. അപ്പം കളർ ഇച്ചിരി ലൈറ്റായിട്ടുള്ള കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. ഇനിമേ നമുക്കൊന്ന് നോക്കാം അല്ലേ. പിന്നെ ഈ ലൈറ്റ് അടിച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ജെൽ നെയിൽ പോളിഷ് മേടിക്കുന്നതും ഇടുന്നതും കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ ജെൽ പോളിഷൊക്കെ യൂസ് ചെയ്യുന്നവരാണോ? ഇതിൻ്റെ ഗുണവും ദോഷവും അങ്ങനെയൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിവേ എന്തായാലും നമുക്കൊന്ന് നോക്കാം, ലാസ്റ്റ് ചെയ്യുമോ എങ്ങനെയാണെന്നൊക്കെ. കാരണം ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്, ജെൽ പോളിഷിൻ്റേത് പോകാൻ പാടാ, ഇത് റിമൂവ് ചെയ്യാനൊക്കെ പാടാന്ന് കേട്ടിരിക്കുന്നു. എനിവേ അറിയത്തില്ല. നമുക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് അങ്ങനെ അലൗഡൊന്നുമല്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം അവധിയാണ്, അതുകൊണ്ട് അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. ഇനി ഇത് കളയണമെങ്കിലും എങ്ങനെ കളയണമെന്നോ നമുക്കറിയത്തില്ല കേട്ടോ. നോക്കാം, ഇട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് അന്നേരം നോക്കാം അല്ലേ. അപ്പം ഞാൻ ഒരു കയ്യിൽ മാത്രം ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് ഡ്രൈ ആക്കാൻ വേണ്ടിയേ ലൈറ്റിനടി വെച്ച് നമുക്ക് ചെയ്യുന്ന UV ലൈറ്റ് മേടിച്ചിട്ട് അതിനടിയിൽ ആക്ച്വലി UV ലൈറ്റ് ഞാൻ മേടിച്ചത് വേറെ ഒന്നിനായിരുന്നു കേട്ടോ. ഞാൻ റെസിനാർട്ട് വർക്ക് പഠിച്ചായിരുന്നു. അപ്പോൾ അതിന് റെസിനാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് UV ലൈറ്റ് ആവശ്യമായിരുന്നു. അതിൻ്റെ അണ്ടറിൽ വെച്ചാണ് നമ്മൾ ആ റെസിനെ ഡ്രൈ ചെയ്യുന്നത് ഈസി രീതിയിൽ. അല്ലാതെ എയർ ഡ്രൈ ആയിട്ടുള്ളതുകൊണ്ട്, പക്ഷെ അത് ഇച്ചിരി സമയം എടുക്കും, പാടിക്കും. അപ്പം UV ലൈറ്റ് വെച്ച് ചെയ്യുന്ന റെസിന് ഇച്ചിരി പൈസ കൂടുതലാന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ദിവസം അതിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ, നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കാം എന്ന് ഓർക്കുന്നു. ഒന്നിനും ടൈമും അല്ല നമ്മുടെ ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വരാൻ ഇഷ്ടം പോലെ വീഡിയോ ഇടാനുണ്ട്. ബട്ട് അതിനൊന്നും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ ലൈറ്റ് ഓണാക്കി, ഇതുണ്ടോ ലൈറ്റ് ഓണാക്കി കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ട് വെക്കുവാണ്. നമുക്ക് നോക്കാം ഇതൊന്ന് ഉണങ്ങി വരുമെന്ന് നോക്കാം കേട്ടോ. അപ്പം എല്ലാവരും നോക്കുക. ഇതിൻ്റെ അടിയിൽ ഞാൻ വെച്ചിരിക്കുക കേട്ടോ. ഇതുണ്ടോ, അത് കാണാമോ? ഈ ലൈറ്റിൻ്റെ അടിയിലോട്ട് എൻ്റെ ഫിംഗേഴ്സ് വെച്ചേക്കുവാണ്. അപ്പോൾ അതിനകത്തിരുന്ന് ഞാൻ ടേബിളിൽ നിന്ന് താഴെ ടീപ്പോയിലോട്ട് ഇറങ്ങിയിരുന്നു. കാരണം ഇരുന്നു ഇതിൻ്റെ സ്വിച്ച് ബോർഡ് ഇതിൻ്റെ വയറിന് വലിയ നീളമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പോയി എക്സ്റ്റൻഷനൊക്കെ എടുക്കേണ്ടി വരും. അപ്പം അത് വയ്യാത്തതുകൊണ്ട് ഞാൻ എന്നെ ചെയ്തു, ഇവിടെ ലാപ്ടോപ്പ് വെച്ചിരുന്ന് ലാപ്ടോപ്പ് എടുത്ത് ടേബിളിലോട്ട് വെച്ചിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി നിന്ന് ഇത് ഇവിടെ നിൽക്കുക. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ ടീപ്പോയിൽ ടീപ്പോ വെച്ചായിട്ട് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര നേരം എടുക്കുന്നൊന്നും എനിക്കറിയില്ല. ആദ്യ പരീക്ഷണമാണ്, സക്സസ് ആവുമല്ലോ എന്ന് നോക്കാം. എനിവേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാട്ടോ ഇടുന്നത്. ഒരുപാട് പേര് കാണും, ഇങ്ങനെ ചെയ്യുന്നവരും ഒക്കെ ഇതുള്ളവരും ഒക്കെ കാണും. അപ്പോൾ എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ജെൽ പോളിഷ് വെച്ച്. അപ്പം ഞാൻ നോക്കി, കാരണം ഞാൻ ജെൽ പോളിഷ് വെച്ച് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു, പക്ഷെ അത് ഡ്രൈ ആകുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ ടൈം വേസ്റ്റായി പോകുമായിരുന്നു. അന്നേരം പിന്നെ ഞാൻ ഓർത്ത് ഏതൊക്കെയാലും എൻ്റെ UV ലൈറ്റ് ഉണ്ട്, എന്നാൽ പിന്നെ ഞാനിത് വെച്ച് തന്നെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓർത്ത് അപ്പോൾ ഞാൻ ഓർത്ത് ഏതൊക്കെയാലും എടുക്കുമ്പോൾ വീഡിയോയും കൂടി എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാം. അറിവില്ലാത്തവർക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്ന ഈ നെയിൽ പോളിഷൊക്കെ മാറ്റിയിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഉപകാരമായെങ്കിലോ ഒരു അറിവ് ആയെങ്കിലോ എന്നോർത്ത് മാത്രം ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിനൊക്കെ താങ്ക്സ്. പക്ഷേ ഇത് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, അത് അത്ര ഇതായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. അതിന് ഇനി ടൈം എടുക്കും. ഞാൻ നോക്കട്ടെ കേട്ടോ, ഉണക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കട്ടെ.
എനിവേ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡ്രയർ വെച്ച് നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാതിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സാധാരണ